Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു a channel. അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇത് വ്ളോഗായിട്ട് എടുക്കണം എന്ന് പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ശരി വീക്കെൻഡ് വ്ളോഗ് ആക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്തതാണ്. ഇതിപ്പോൾ ഫ്രൈഡേ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഫ്രൈഡേ എന്താണ് മോള് വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ലീവ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തേഴ്സ്ഡേ അവൾ വന്നപ്പോൾ പറഞ്ഞു ഫ്രൈഡേയും സാറ്റർഡേയും ലീവാണെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും പതിവായിട്ട് നടക്കാൻ പോകുന്നത് മുടക്കിയിട്ടില്ല. രാവിലെ എന്തായാലും നടക്കാൻ പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പൂനെ കാണാനായിട്ട്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങളുടെ അപ്പൂനെ. അപ്പോൾ അവനെ കാണണം എന്നുള്ളത് അവൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരി എന്നാൽ പിന്നെ അവളെയും കൂടി ഒന്ന് മീറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ അപ്പൂൻ്റെയും കുക്കുവിൻ്റെയും ഫസ്റ്റ് മീറ്റാണ് കേട്ടോ ഇത്. ഫസ്റ്റ് കണ്ടപ്പോൾ അവളൊന്ന് പേടിച്ചു, കാരണം അത്യാവശ്യം വലിയ പട്ടിയാണല്ലോ. അപ്പോൾ അവളൊന്ന് ചെറുതായിട്ട് പേടിച്ചു, എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ വിത്തിൻ 5 minutes ഇവർ രണ്ടുപേരും നല്ല കമ്പനിയായി. കാരണം അവൻ അത്രയ്ക്കും പാവമാണ് കേട്ടോ. അവൻ പെട്ടെന്ന് കമ്പനി ആയിക്കോളും, ആരുടെ കൂടെ വേണമെങ്കിലും കമ്പനി ആയിക്കോളും. പിന്നെ കുക്കുവിൻ്റെ കാര്യം പറയണ്ട, കുക്കുവിന് ഓൾറെഡി ഡോഗ്സും കാറ്റ്സും ആനിമൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ആ ഒരു കാര്യത്തിൽ അമ്മയുടെ മോളാണ്. ജിജുവേട്ടൻ അങ്ങനെ പട്ടിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അടുപ്പിക്കാറില്ല. എനിക്കാവുമ്പം എന്താ അറിയില്ല, മേ ബി നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടായതുകൊണ്ടായിരിക്കാം എനിക്ക് പട്ടിയും പൂച്ചയും ഈ എല്ലാ ആനിമൽസിനും എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അവളും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് എനിക്ക് അന്നാണ് എക്സാക്റ്റായിട്ട് മനസ്സിലായി. കാരണം അതിനു മുമ്പ് വരെ അവൾ പട്ടികളെ തൊട്ടിട്ടൊന്നുമില്ല, ദൂരെ നിന്ന് ഇങ്ങനെ കൊഞ്ചിക്കാറൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഒരു കുഞ്ഞു ഡോഗിനെ കൊഞ്ചിച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു പാർക്കിൽ പോയ സമയത്ത് അവിടെ വന്നൊരു കുട്ടി ഡോഗ് ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് കൊഞ്ചിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയ ഡോഗുമായിട്ട് അവൾ ഇത്രയും പെട്ടെന്ന് മിങ്കിളാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര കമ്പനിയായിരുന്നേ. അപ്പോൾ ആണെങ്കിലും നമ്മൾ പോയപ്പോൾ ഭയങ്കര സന്തോഷമായി അവനിങ്ങനെ കളിക്കാനൊക്കെ വന്നത്. ഈ ഒരു കുട്ടി പാർക്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം ഞങ്ങൾ ആ ഒരു പ്ലേ ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാക്ക് ചെയ്യും, പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യും, വീട്ടിലേക്ക് പോവും, അങ്ങനെ ആയിരുന്നു. ഇങ്ങോട്ടൊരു നല്ല പ്ലേ ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. എല്ലാവരും കൂടി കണ്ടപ്പോഴത്തേനുണ്ടല്ലോ അപ്പു ആയാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഐറ്റത്തിലും കയറി കളിക്കുന്നൊക്കെ ഉണ്ട്. എന്താ കണ്ടില്ലേ, വന്നിരിക്കുന്ന കണ്ടില്ലേ, ചുമ്മാ ഇങ്ങനെ വന്നിരിക്കുക. നമ്മളെവിടെ ഇരിക്കുന്നു അവിടെ വന്നിരിക്കും. ശരിക്കും ഇവനൊരു സ്ട്രീറ്റ് ഡോഗ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചിലപ്പം നമ്മൾ വളർത്തുന്ന പട്ടിയാന്ന്, അങ്ങനെയൊന്നുമല്ല. ഇതൊരു സ്ട്രീറ്റ് ഡോഗ് ആണ്. ഈ പാർക്കിൽ വെച്ച് കണ്ടതാണേ. കുറേ മുമ്പ് കണ്ടതാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ അടുപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ അവൻ്റെ എന്താ പറയുക, അവനിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും നമുക്ക് തോന്നി ഇതെന്തായാലും നമ്മളുമായിട്ട് നല്ല കമ്പനി ആവുന്നൊരു ഡോഗാണ്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടില്ലെങ്കിൽ എന്തോ മിസ്സിങ് ആണ്. അതേപോലെ അവനായാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിടത്തില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെ ഓൾമോസ്റ്റ് ഒരു പകുതി വഴി വരെ നമ്മളെ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് തിരിച്ച് പാർക്കിലേക്ക് തന്നെ പോകും കേട്ടോ. പിന്നെ നമ്മളായാലും ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു 1 hour ഒക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എൻ്റെ കുക്കു ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് അകലം പാലിച്ചിട്ടാണ് നടന്നതെങ്കിൽ ഇപ്പം തിരിച്ച് പോകുമ്പോഴത്തേക്ക് കണ്ടില്ലേ എന്ത് കമ്പനിയായെന്ന്. അവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയി കേട്ടോ. ഇപ്പം എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോൾ ലീവ് ഉണ്ടെങ്കിലും ഒന്ന് കൊണ്ടുപോയി അപ്പൂനെ കാണിക്കണം എന്ന്. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു. അത് കുക്കു തന്നെ കൊടുക്കണം എന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവൾക്ക് വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെ ഫീഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ പാർക്കിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് എയറോ ഷോ കാണാൻ പോകാന്നുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴായിട്ടും പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിലും പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ മോക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, എന്നാൽ കാവ്യ ഒറ്റയ്ക്ക് പോവുകയില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് എപ്പോഴും ആ പ്ലാൻ അങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ് എടുത്താൽ തന്നെ നമുക്ക് എയറോ ഷോ കാണാൻ പോകാൻ പറ്റില്ല. ഒന്നത് ട്രാഫിക് കാരണവും, രണ്ടാമത് മോക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ അവളുടെ സ്കൂൾ ക്യാൻസൽ ചെയ്തിട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ശരി പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തേഴ്സ്ഡേ മോള് പറഞ്ഞത് ഫ്രൈഡേ സാറ്റർഡേയും സ്കൂൾ ലീവാണെന്ന്. എന്നാൽ ശരി ആകെ ഒറ്റ ചാൻസേ ഉള്ളൂ, ലാസ്റ്റ് ഡേ ആണ് എയറോ ഷോൻ്റെ. എന്നാൽ നമുക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ എല്ലങ്കൽ എവിടൊക്കെ നിന്നിട്ട് എയറോ ഷോ കാണാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയി റെഡിയായി പോകുന്ന വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയേക്കുന്നത്.
വാവ്. അങ്ങനെ എയറോ ഷോ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ടോ ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. കാരണം എന്ന് വെച്ചാൽ മോളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. ഒട്ടും സമയം കളയാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടോ. വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ 6 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് റെഡി ആകുമ്പോഴത്തേന് ഒരു 6:30 6:45 അടുക്കാറായി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ ബുക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ജിജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ നമ്മൾ BL റോഡ് എത്തുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഇതൊരു കഫേയിലാണ് അവർ ചെയ്യുന്നത്. 0 ഡിഗ്രി എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട് ഇവിടെ BL റോഡിൽ, ന്യൂ BL റോഡിൽ. അപ്പോൾ അവിടെ വെച്ചാണ് ബർത്ത്ഡേ പാർട്ടി. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇത്രത്തോളം ട്രാഫിക് ഉണ്ടെന്ന്. എൻ്റെ മുഖത്ത് ആകപ്പാടെ ഒരു ഞെട്ടലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി 7 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഒരു 2 തവണ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകപ്പാടെ ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും, ഇത്രയും ലേറ്റ് ആയി പോയല്ലോ എന്ന്. അവിടെ പോകുമ്പോഴേക്കും കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജാൻവി. ഇവളുടെ പേര് ജാൻവിക, അവളുടെ പേര് ജാൻവി. നല്ല സിമിലാരിറ്റി ഉള്ള ഒരു നെയിമാണ്. ഞങ്ങളിത് 2ാമത്തെ തവണയാണ് കേട്ടോ 0 ഡിഗ്രി കഫേ പോകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ളത് ഇന്ദ്രാനഗറിൽ വെച്ചിട്ടാണ്. അത് എൻ്റെ ബർത്ത്ഡേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ആംബിയൻസ്. പ്രത്യേകിച്ച് നൈറ്റ് വൈബ് നല്ലതാണ് ന്യൂ BL റോഡിൽ. ഈ ഒരു കഫേ ആയാലും നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. ടേസ്റ്റ് വൈസും നന്നായിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രാനഗറിൽ പോയിട്ടുണ്ട്. അവിടെ ആകുമ്പം കുറച്ചും കൂടി കൺജസ്റ്റഡ് ആണ്. ഇത്രയും വലിയ കഫേ അല്ല, അത് കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കഫേയാണ്. ഇതങ്ങനെയല്ല, ഇത് നല്ല വലിയ കഫേയാണ്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറേ കളിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അവള് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആകെ ഒരു പോസ്റ്റ് അടിച്ചു പോയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേരൻസ് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം നന്നായിട്ട് കമ്പനിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇത് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. സാറ്റർഡേ എടുക്കുന്ന വീഡിയോ ആണ്. സാറ്റർഡേ പൊതുവേ മോക്ക് സ്കൂളില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും എഴുന്നേക്കാനായിട്ട്. സാറ്റർഡേ സൺഡേസ് ആണ് പൊതുവേ കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങാറ്. അപ്പോൾ അന്നും പതിവ് പോലെ തന്നെ 9:30ക്കാണ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞപ്പോൾ ജിജുവേട്ടൻ പറഞ്ഞു ജിജുവേട്ടൻ അപ്പം കഴിക്കാൻ തോന്നുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ശരി എന്നാൽ ഇവിടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്വാദ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നാൽ പിന്നെ അവിടെ നിന്ന് അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. ചെറിയൊരു പ്ലേസ് ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ചെറിയൊരു പ്ലേസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ട് അധികവും. വെജ് ഐറ്റംസിനും ഓപ്ഷൻസ് കുറവാണ്. നമ്മൾ പോയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് കുറവാണ്. ഇടിയപ്പം, അപ്പം, പുട്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പവും ഒരു മുട്ട റോസ്റ്റും വാങ്ങിച്ചു, പിന്നെ ഒരു കടലക്കറിയും വാങ്ങിച്ചു. തരക്കേടില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. മുട്ട റോസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കൂടുതലാണ്, പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ അടുത്ത് ഇങ്ങനെ ദോശ, ഇഡ്ഡലി അതൊക്കെ കിട്ടുമെങ്കിലും ഇങ്ങനെ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഹോട്ടൽ അല്ലെങ്കിൽ ഒരേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്, ഈ ഒരു ഹോട്ടൽ നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ പോയി തുടങ്ങിയത്. എന്തായാലും ലഞ്ചും കുഴപ്പമില്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്കിൻ ക്ലിനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് എന്തായാലും ഇറങ്ങിയതല്ലേ, അതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ സ്കിൻ ക്ലിനിക്കിലേക്ക് പോയപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല. ഡോക്ടർ ആണെങ്കിൽ ഒരു 1 hour ലേറ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആ ഒരു സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, ഇപ്പോൾ സമ്മർ കൂടി വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡ് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ വാട്ടർമെലൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളും അവിടെ പോയി നിന്ന് വാട്ടർമെലൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കണ്ടു, തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അയ്യപ്പ ടെമ്പിളിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും കുക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആദി ഇന്ന് ശബരിമലയ്ക്ക് പോവാണ് കേട്ടോ. ആദ്യമായിട്ട് പോകത്തില്ല, കന്നിസ്വാമിയാണ്, മാളികപ്പുറം അയക്കാണ്. അപ്പോൾ ഇവിടുത്തെ ജാലഹള്ളി അയ്യപ്പ ടെമ്പിളിൽ നിന്ന് കെട്ടുമുറുക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പം സമയം അങ്ങനെ എക്സാക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു 5 മണി കഴിഞ്ഞിട്ട് 5 മണിക്ക് അവിടെ എത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5 മണി ആയിട്ടുണ്ടായിരുന്നേ. കാരണം എല്ലായിടത്തും പോയിട്ട് വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേന് ആകപ്പാടെ ക്ഷീണിച്ചു പോയി. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും അവർ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പോയി മോളെ കണ്ടു. എന്താണെന്നറിയില്ല, എനിക്ക് ആദ്യനെ കണ്ടപ്പോൾ എൻ്റെ കുക്കു മാല ഇട്ട പോലെ തോന്നുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് പോകണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ അത് നടന്നില്ല, ലീവിൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജിജുവേട്ടനും കുക്കുവിനും കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും മാത്രമായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും മോളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അവർ പോയതിന് ശേഷമാണ് കേട്ടോ അമ്പലത്തിൽ കയറിയത്. അത് കഴിഞ്ഞ് അവിടെ തൊഴുത് അപ്പോഴേക്കും ദീപാരാധന സമയമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ച് അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമുള്ള ഒരു വീഡിയോ ആണ്. സൺഡേ എടുത്ത വീഡിയോ ആണ്. സൺഡേ ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം വല്ലാണ്ട് മടി പിടിച്ചു പോയി. ഈവനിങ് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ വീക്കെൻഡ് ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ശ്വാസം മുട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് എസർഘട്ട ലേക്കിലേക്ക് പോകാമെന്ന്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നെയിൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെയിൽസും ഈ ഡ്രസ്സും തമ്മിൽ നല്ല മാച്ച് ഉണ്ടല്ലോ എന്നൊക്കെ ചെക്ക്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് അഥവാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ് ലിസ്റ്റിൽ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. അല്ലാതെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇടാം. ഞങ്ങൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അത് ഉച്ച വരെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, അപ്പോൾ പിന്നെ ജസ്റ്റ് അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴാണ് എന്നാൽ ശരി നമ്മൾ എസ്രുഘട്ട ലേക്കിൽ ഇതുവരെയായിട്ടും പോയിട്ടില്ലല്ലോ, തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ട്, എന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലേക്ക് മാത്രമല്ല കേട്ടോ, സൺസെറ്റും ലേക്കും മാത്രമല്ല, അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ലേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോകുമ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് സൺസെറ്റ് കണ്ടു. പിന്നെ ലേക്കിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങ് പോകുന്നു. കാരണം പെട്ടെന്ന് ഡാർക്കാവും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചിങ്ങ് പോകുന്നു. അതല്ലാതെ കുറച്ചും കൂടി നേരത്തെ പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറി പോകാൻ പറ്റും കേട്ടോ. ലേക്കിൻ്റെ വേറൊരു ഭാഗത്തൊക്കെ പോകാൻ പറ്റും. അവിടെ നിന്ന് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇനി എന്തായാലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വരണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അതായത് നല്ല ഭംഗിയാണ് സൺസെറ്റ് കാണാൻ. സൺസെറ്റ് പോയിന്റ് ആണ് കേട്ടോ ഇത്. പക്ഷെ നമ്മൾ പോയ സമയത്ത് ഓൾറെഡി സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലേക്കിൻ്റെ അടുത്തേക്ക് പോയി. ശരിക്കും ഇത് തന്നെയാണോ ആ ഒരു ലേക്ക് പോയിന്റ് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞങ്ങളൊരു ഊഹം വെച്ചങ്ങ് പോവുകയാണ്. അവിടെ എത്തിയപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. അന്നേരം ഞങ്ങൾ വിചാരിച്ചു കേട്ടോ കുറച്ചും കൂടി നേരത്തെ വരാമായിരുന്നു, കുറച്ചും കൂടി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്ന്. കാരണം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ലേക്ക് ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി വലുതാണെന്ന് തോന്നി കേട്ടോ. അതേപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാൻ. അതേപോലെ നടക്കാനായാലും കുറേ സ്ഥലങ്ങളുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ഈ ലേക്ക് ഇത് ജസ്റ്റ് ബിഗിനിങ് ആണ്. ഇനി അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നടക്കാൻ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഹാഫ് ആൻ അവർ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പോട്ടൊക്കെ അങ്ങോട്ടൊക്കെ കുറച്ച് നടന്ന് കാണാമായിരുന്നു എന്ന് വിചാരിച്ചേ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്നും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അഥവാ പോവുകയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. എന്തായാലും ഒന്നും കൂടി നമ്മളവിടെ പോകും. കാരണം ആ ലേക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല. കുറച്ചും കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീണ്ടും പോകും. എത്ര തവണ നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും എവിടെ ഫ്ലൈറ്റ് കണ്ടാലും നമ്മൾ നോക്കി പോകത്തില്ലേ, ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് കേട്ടോ ഞാൻ. ഞങ്ങൾ പോയ സമയത്ത് ലേക്ക് ഇതുപോലെ ആയിരുന്നെങ്കിലും പിന്നെ ആകാശം കളറൊക്കെ മാറി നല്ല ഓറഞ്ച് കളറും പിങ്ക് കളറും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് പോകുന്ന വഴിക്കാണ് എൻ്റെ മോള് പറഞ്ഞത് അവൾക്ക് എന്തോ മഞ്ചൂരിയൻ കഴിക്കാൻ തോന്നുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വിദ്യാരണ്യപുരയിൽ തന്നെ ഈ ഒരു സ്പോട്ട് കണ്ടു. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും അതിന് മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെങ്കിലും ഇതുവരെയായിട്ടും അങ്ങോട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ശരി എന്നാൽ പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാൻ അങ്ങോട്ട് കയറിയപ്പം അവിടെ മഞ്ചൂരിയൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഗോബി മഞ്ചൂരിയനും അതേപോലെ ബേബി കോൺ മഞ്ചൂരിയനും പിന്നെ ഒരു ഡ്രാഗൺ ചിക്കനും വാങ്ങിച്ചു. അതിൽ എനിക്ക് ബേബി കോൺ മഞ്ചൂരിയൻ ഓക്കെ തോന്നി. പക്ഷേ ഡ്രാഗൺ ചിക്കൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. ഇത്രയും അടുത്തുണ്ടായിട്ട് ഇതുവരെയായിട്ട് ചെക്ക് ചെയ്യാത്ത ഒരു സ്പോട്ടായിരുന്നു. എന്തായാലും അതും ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീക്കെൻഡ് ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.